മോർണിംഗ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് ഏതൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം ആ പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് അല്ലേ? അത് ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ളത്, പൊസിഷൻ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്റർ? ഓക്കെ, ഒന്നാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. നിങ്ങൾ പഠിച്ചോ? HRM പഠിച്ചോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ എടുത്തോ? എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റിസോഴ്സ് ഇല്ല, എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, ഉള്ള ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പവർ ആണ്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആരാ? ഒരു വലിയൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായ മാത്രമല്ല അവിടെ പേജ് നമ്പർ ആണോ കൃഷ്ണേന്ദു? 123. ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ട് മാത്രം പോരാ, അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ആര് വേണം? ഹ്യൂമൻ റിസോഴ്സ് വേണം. അവിടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ, അവിടെ സ്റ്റാഫുകൾ വേണ്ടേ? അവിടെ എംപ്ലോയീസ് വേണം. എങ്കിലാണ് അവിടെ എന്താണ് അവിടുത്തെ കാര്യങ്ങള്. അല്ലാതെ വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രം കാര്യമില്ല. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വേണം, അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ വേണം അല്ലെ? എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്, അവിടുത്തെ മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുക. മാൻ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുക. ഓക്കെ, ഒരു സ്ഥാപനത്തിലുള്ള ഈ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടാണ് ഏത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്. ഇനി ഹോസ്പിറ്റൽ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം ആരെ? സ്റ്റാഫിന്റെ കാര്യം അല്ലെ? സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയി, അവരെ മാനേജ് ചെയ്യുക, അവരെ കൈകാര്യം ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിലുള്ള എന്താ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് പേജ് നമ്പർ 123. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം അവിടുത്തെ ആളുകളുടെ കാര്യം, സ്റ്റാഫിന്റെ കാര്യം മാനേജ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. രണ്ടാമത്തെയാണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ? എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും എന്താ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. PR പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻസ്. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഹോസ്പിറ്റലിലെ എല്ലാ പോളിസികളും അത് രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ഫോർമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പോളിസികളും ഹോസ്പിറ്റലിലെ എല്ലാ പോളിസികളും നടപ്പിലാക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്യുക. ഇനി നോക്കിയേ, and ensure compliances with the laws, rules and regulations and ethics. ഹോസ്പിറ്റലിലെ നിയമങ്ങള്, റൂൾസ്, നിയമങ്ങള്, റെഗുലേഷൻസ്, നിയന്ത്രണങ്ങള്, എത്തിക്സ് ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പോയിന്റ് അത് ensure compliances പാലിക്കുക. ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ലോസ് ആൻഡ് റൂൾസ്, നിയമങ്ങള്, റൂൾസ്, റെഗുലേഷൻസ്, എത്തിക്സ് ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മൂന്നാമത്തെ ആ സെന്റൻസ് തന്നെ നോക്കിയാൽ ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Who act as a legal representative of the hospital. ഹോസ്പിറ്റലിലെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിലെ ഒരു ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക, ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക.
കൊടുക്കുക. അണ്ടർലൈൻ ചെയ്തോട്ടോ, അത് പോയിട്ട് ചോദിക്കാറുണ്ട്. ടു ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റലിലെ ഒരു ടെസ്റ്റിൽ okay, act as a legal representative of a hospital. The hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. എന്താ പറയുന്നത്? നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞതാണ്. The hospital administrator is accountable. ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. To make sure that the hospital is abiding. പാലിക്കുക. Hospital is abiding by all the government rules and whether all the statutory needs are met. Hospital എല്ലാ ഗവൺമെന്റ് റൂൾസുകളും അതുപോലെ തന്നെ എല്ലാ നിയമപരമായിട്ടുള്ള ആവശ്യകതകളും എല്ലാവരും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. നിയമാനുസൃതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങള്, എല്ലാ ഗവൺമെന്റ് റൂൾസ്, ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് തോന്നിയ രീതിയിൽ ചെയ്താൽ പോരാ. ഈ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നോക്കാം കേട്ടോ. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? പോളിസികള് രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഫോർമുലേഷൻ രൂപപ്പെടുത്തുക, പോളിസികൾ രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ ഹോസ്പിറ്റല് എല്ലാ ലോസ്, റൂൾസ്, റെഗുലേഷൻസ്, എത്തിക്സ് ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കണം. അടുത്തത് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? ഹോസ്പിറ്റല് എല്ലാ നിയമാനുസൃതമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ആവശ്യകതകള്, ഗവൺമെന്റ് റൂൾസ് എല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇതാരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അടുത്ത നോക്കിയേ, has the responsibility to supervise all the activities in the hospital. ഈ അടുത്ത് ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നയാ. എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം, അതിനുള്ള ഉത്തരവാദിത്വവും ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ should make sure that all the staff are aware of the hospital mission and objectives. ഇനി എന്താ? എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ, ഹോസ്പിറ്റലിന്റെ ദൗത്യം, വിഷൻ, കാഴ്ചപ്പാട്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, ഇതെല്ലാത്തിനെ കുറിച്ചും എല്ലാ സ്റ്റാഫും അവബോധമുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അവർ ഉറപ്പുവരുത്തണം എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിനെ കുറിച്ച്, ഹോസ്പിറ്റലിന്റെ ദൗത്യങ്ങള്, ഹോസ്പിറ്റലിന്റെ കാഴ്ചപ്പാട്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാത്തിനെയും കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്, അവർക്കൊരു അവബോധമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ ഒബ്ജക്റ്റീവ്സ് ഇതിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത നോക്കിയേ, carry out all the management decision in the hospital. ഹോസ്പിറ്റലില് മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത് ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഹോസ്പിറ്റലില് മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ ഡിസിഷനും, എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
എല്ലാ മാനേജ്മെന്റിന്റെയും തീരുമാനങ്ങൾ ഹോസ്പിറ്റലിന്റെ നടപ്പിലാക്കുക. അടുത്ത നോക്കി, മാപ്പ് ഔട്ട് മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദർ ഇംപ്ലിമെന്റേഷൻ. മാപ്പ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. രൂപപ്പെടുത്തുക, പ്രധാനപ്പെട്ട റൂളുകള്, നിയന്ത്രണങ്ങള്, പ്രൊസീജിയറുകള് ഇതെല്ലാം രൂപപ്പെടുത്തുക. ഹോസ്പിറ്റലിലെ മേജർ റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയർ ഇതെല്ലാം രൂപപ്പെടുത്തുക. ആൻഡ് എൻഷുർ ദർ ഇംപ്ലിമെന്റേഷൻ. രൂപപ്പെടുത്തിയ മാത്രം പോരാ, എന്ത് ചെയ്യണം? എൻഷുർ, ഉറപ്പുവരുത്തണം. ദർ ഇംപ്ലിമെന്റേഷൻ, അത് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അത് നടപ്പിലാക്കുന്നുണ്ട്. നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഹോസ്പിറ്റലിലെ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഇതെല്ലാം അവര് രൂപപ്പെടുത്തുകയും അത് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, make sure that the rules formulated are in with the hospital policies. ഇനി എന്ത് ഉറപ്പുവരുത്തണം? നമ്മള് രൂപപ്പെടുത്തിയിട്ടുള്ള റൂൾസില് അത് ഹോസ്പിറ്റൽ പോളിസിയില്, നിയമങ്ങള് അത് ഹോസ്പിറ്റലിലെ പോളിസിയില് ഉള്ളില് വരുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും റൂൾസ് നമ്മൾ രൂപപ്പെടുത്തിയാൽ പോരാ, ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക, മാപ്പ് ഔട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു സെയിം മീനിങ് തന്നെയാണ്. അത് എന്തിൽ വരുന്നതായിരിക്കണം? ആ റൂൾസ് ഹോസ്പിറ്റൽ പോളിസിയുടെ ഉള്ളിൽ വരുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. വിത്തിൻ ദ ഹോസ്പിറ്റൽ പോളിസി. ഈ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. അതിനകത്ത് നമുക്ക് ഈ ഫങ്ഷൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നൊക്കെ ചോദിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിന്. Make sure that the rules formulated are within the hospital policy. ഹോസ്പിറ്റൽ പോളിസിയുടെ ഉള്ളിൽ വരുന്നതായിരിക്കണം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ള പോളിസി റൂൾസ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ റിലേഷൻ. ഇനി അത് ആർക്കും ഉത്തരവാദിത്തം? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തം. ഇത് നല്ലൊരു എംപ്ലോയർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ഒരു എംപ്ലോയർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയാണ്. ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയി റിലേഷൻ. നല്ലൊരു റിലേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെ തമ്മിൽ? എംപ്ലോയറും എംപ്ലോയിയും. അടുത്ത നോക്കിയ, വർക്ക് അറ്റൻറ്റീവ്ലി വിത്ത് അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ലൈക്ക് ദ മെഡിക്കൽ സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഇതാണ് വർക്ക് അറ്റൻറ്റീവ്ലി. ആദ്യമായിട്ട് നമ്മള് മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് നല്ല തീവ്രതയോടുകൂടി വർക്ക് ചെയ്യുക. മെഡിക്കൽ സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് തുടങ്ങിയ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവ്സുമായിട്ട് നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഇവരുമായിട്ട് നല്ല രീതിയിൽ യോജിച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാം. ഹോസ്പിറ്റലിനുള്ളിലുള്ള മറ്റ് എക്സിക്യൂട്ടീവ്സ് അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. മറ്റ് എക്സിക്യൂട്ടീവ്സ് പറഞ്ഞ ഏതാണ്? ലൈക്ക് മെഡിക്കൽ സൂപ്രണ്ടന്റ്, ഹോസ്പിറ്റലിനുള്ളിലുള്ള മറ്റ് എക്സിക്യൂട്ടീവ്സ് അവരുമായിട്ട് നല്ല കൂടി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. അടുത്ത നോക്കിയേ, make sure that all department functions in smooth and efficient manner. ചെയ്തിട്ടോ ഇനി അവരെ ഉറപ്പുവരുത്തണം അഡ്മിനിസ്ട്രേറ്റർ. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് നല്ല സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ്, നല്ല കാര്യക്ഷമമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ്, നല്ല സുഗമമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്.
പേജ് നമ്പർ 123. ഷീജ. അല്ല, ഇവരോട് ചോദിച്ചാൽ മതി, ആ നിമിഷം തന്നെ അവരുടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. 123 പേജ് നമ്പർ കയറിയുള്ളോ? ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നും. ഇനി അടുത്ത നോക്കിയേ, ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ വന്നേക്കാണ്. എന്താണ്? ഹോസ്പിറ്റലിലെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. അവിടെ ചോദിക്കാം, ഹു ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആരാ? സംശയം വേണ്ട, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. അതിന് ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. വർഷാവസാനം ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇതിന് ബന്ധപ്പെട്ടുള്ള ഒരു ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്സ് ടു ദ ഗവേണിംഗ് ബോഡി. ആനുവൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക. സമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അടുത്ത നോക്കിയേ, ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. വാർഷിക ബഡ്ജറ്റുകൾ, ആനുവൽ ബഡ്ജറ്റ് രൂപപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ നൽകുക. ഡിവൈസിംഗ് ആസൂത്രണം ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക. അതിന് സംഭാവനകൾ അത് ആസൂത്രണം ചെയ്യുക. ഡിവൈസിംഗ് ആസൂത്രണം ചെയ്യുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ റിപ്പോർട്ട്. ആനുവൽ ബഡ്ജറ്റ്, ആനുവൽ ബഡ്ജറ്റുകള് അത് നമ്മള് തയ്യാറാക്കുന്നതിനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, അതിനുള്ള സംഭാവനകൾ ചെയ്യുക. അത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. പോയിന്റ്സ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലോ. പിന്നെ ചില പോയിന്റ്സ് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പൊ ചിലപ്പോ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചോദിക്കാം. എന്തായാലും നമുക്ക് ഇത് വായിക്കാൻ പറയാം. ആർക്കടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി അടുത്ത നോക്കിയാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരിക്കണം? നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ കോഴ്സ് പഠിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്താ അവർക്ക് വേണ്ട ക്യാരക്ടർ, എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? സ്വഭാവങ്ങള്, എന്തൊക്കെ സ്വഭാവം വേണ്ടേ? ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സ്വഭാവമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അത് നോട്ട് ചെയ്തിടണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ്. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്വാളിറ്റീസ്, സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം. ഒന്നാമത്തെ മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. കോമ്പിറ്റൻസ്, കഴിവ്, നല്ല ജോലിയിൽ നല്ല കഴിവ് കാണിക്കണം. അല്ലെ? എവിടെയെങ്കിലും പോയി പബ്ലിക് നമ്മളൊരു എനർജി ഇല്ലാതെ അങ്ങനെ അടുത്തുമിരുന്നാ പോരാ. എന്താ? വർക്കില് നല്ല കഴിവ് കാണിക്കണം. അതൊരു ക്യാരക്ടറാ. ഉണ്ടോ? മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. വർക്കില് നല്ലൊരു കഴിവ് കാണിക്കണം. Must be sensitive to organizations and staff problems and requirement. Must സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇത് ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്. ആ സ്ഥാപനത്തിന്റെ, ആ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങള്, ആവശ്യകതകള്, അതുപോലെ സ്റ്റാഫിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, സ്റ്റാഫിന്റെ ആവശ്യകതകള്, അതിനോടൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം? സെൻസിറ്റീവ് ആയിരിക്കണം. കേട്ടോ? അല്ലാതെ നമ്മളെ സ്റ്റാഫ് അതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യകതകൾ പറഞ്ഞാൽ നമ്മൾ മിണ്ടാതെ അവരെന്തെങ്കിലും കിടന്ന് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് അവർക്ക്. എന്ത് ചെയ്യണം? നമ്മള് അതിനോട് പ്രതികരിക്കണം. എന്താണ് അവർക്ക് വേണ്ടത് ഉടനടി നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട്, അല്ലെ? അതെല്ലാ കാര്യങ്ങളും അവരുടെ ആവശ്യകതകളെ നമ്മൾ നിറവേറ്റി കൊടുക്കണം. പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മള് നല്ല എന്താ പറയാ അവരെ സോൾവ് ചെയ്യണം.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണം. നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. കണ്ടോ, മസ്റ്റ് ബി സെൻസിറ്റീവ്. മസ്റ്റ് അത്രയൊന്നും നോക്കിയാലും മതി. മസ്റ്റ് ബി സെൻസിറ്റീവ്. നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. എന്തിനോട് സെൻസിറ്റീവ് ആയിരിക്കണം? ഓർഗനൈസേഷന്റെ, ആ സ്റ്റാഫിന്റെ പ്രശ്നങ്ങള്, അവർക്കിടെ ആവശ്യകതകള്, അതിനോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഹാവ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഫോർസീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. എന്തിനുള്ള കഴിവ് വേണം? കാര്യങ്ങള് മുൻകൂട്ടി കാണാൻ, പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിനേക്കായി മുന്നേ തന്നെ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു പ്രോബ്ലം വരാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ആ ഒരു പ്രശ്നം അവിടെ, ആ ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് സോൾവ് ചെയ്തുകൊണ്ട് പോകണം അല്ലെ. അതാണ് ഓരോ കാര്യങ്ങളെയും മുൻകൂട്ടി കാണാനും അത് പ്ലാൻ ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. പോയിന്റ്സ് ക്ലിയർ അല്ലേ? has the capacity to foresee the plan. കാര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണാനും അത് പ്ലാൻ ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. അടുത്ത് നോക്കിയേ. has the ability to produce new and creative ideas. എന്നുള്ള കഴിവ് വേണമെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. പുതിയ പുതിയ ഐഡിയാസ് അല്ലെ. ഹോസ്പിറ്റലിലെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റണം അല്ലെ. അതുപോലെ തന്നെ ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, അതിനുള്ള എബിലിറ്റി വേണം. has the ability to produce new and creative ideas. അടുത്ത നോക്കിയേ. has the capacity to coordinate, organize and distribute resources. ഹോസ്പിറ്റലിലെ വിഭവങ്ങള് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, അതിനെ ഓർഗനൈസ് ചെയ്യാൻ, ആ വിഭവങ്ങളെ എന്താ പറയാ, ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യാനൊക്കെ ഉള്ള കഴിവ് വേണം. അതിനുള്ള കപ്പാസിറ്റി വേണം. ആ റിസോഴ്സുകള്, ഹോസ്പിറ്റലിലെ റിസോഴ്സുകള് അതിനെ നമ്മള് ഏകോപിപ്പിക്കാനും അതിനെ സംഘടിപ്പിക്കാനും അതുപോലെ അത് വേണ്ട വിധത്തില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. അടുത്ത നോക്കിയേ. must be able to delegate work and make efficient use of his or her own time. must be able to delegate. നമ്മൾ വർക്കില് ഡെലിഗേറ്റ് ആയിരിക്കണം അല്ലേ. നമ്മൾ വെറുതെ ശമ്പളം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയോ? നമ്മുടെ ജോലിയിൽ നമ്മൾ നല്ല ആത്മാർത്ഥത കാണിക്കണം. വർക്ക് ബി ഡെലിഗേറ്റ് ആയിരിക്കണം. ആൻഡ് മസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓൺ ടൈം. നമ്മുടെ ടൈമിലെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം അത് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അത് ഉപയോഗിക്കണം. അതായത് നമുക്ക് നമ്മുടെ ജോലി എന്താണ്, ആ ഒരു ടൈം, ആ ഒരു വർക്കിംഗ് ടൈം, അതില് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അതിനുള്ള കഴിവ് വേണം. അടുത്ത നോക്കിയേ. എബിലിറ്റി ടു പെർസ്യൂ ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. പെർസ്യൂ ചെയ്യാന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ്, പ്രേരിപ്പിക്കുക. എബിലിറ്റി ടു പെർസ്യൂ ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ, പ്രേരിപ്പിക്കാനായിട്ട്, അവരെ ഡെവലപ്പ് ചെയ്യാൻ, അവരെ വികസിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. എബിലിറ്റി ടു പെർസ്യൂ ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഇനി എങ്ങനെയുള്ള ആളായിരിക്കണം? അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായിരിക്കണം? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ക്ലിയർ ആയോ? എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നല്ലൊരു ആശയം, ഒന്നും ഇല്ലാത്ത ഒരാളായാൻ പറ്റുമോ? അല്ലെ, ആരുമായിട്ട് സംസാരിക്കാതെ അങ്ങനെയില്ല. നമ്മൾ ഓടിച്ചാടി നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ആള്, കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങള്?
ചോദിക്കാറുണ്ട്. അവിടെ ഒന്ന് ടിക്കറ്റ് വെച്ചോ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടാവേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓക്കെ, വർക്കില് നല്ല കഴിവ് വേണം. പിന്നെ ഓർഗനൈസേഷന്റെ, സ്റ്റാഫിന്റെ പ്രോബ്ലംസ്, റിക്വയർമെന്റ്സ് ഇതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കണം അല്ലെ, അതിനോട് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ, പ്ലാൻ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. പിന്നെ പുതിയ പുതിയ ഐഡിയാസ്, ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ റിസോഴ്സുകൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. പിന്നെ വർക്കില് നല്ല ഡെഡിക്കേറ്റ് ആയിരിക്കണം. അവരുടെ ടൈം, അവരുടെ ആ ടൈം അവര് കാര്യക്ഷമമായി തന്നെ ഉപയോഗിക്കണം. പിന്നെ അടുത്തത് കാര്യങ്ങൾ പെർസ്യൂഡ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി വേണം. പിന്നെ എന്താ, ഷുഡ് ബി എ കമ്മ്യൂണിക്കേറ്റർ, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ചെറിയൊരു സെക്ഷനും കൂടി ഉണ്ട്, ചെറിയൊരു ചാപ്റ്റർ ആണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? സെന്റേഴ്സ് ഓൺ, എന്തിന്റെ സെന്റർ ആണ് പറഞ്ഞേക്കണേ? ബില്ലുകള്, ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് തന്നെയാണ് കേട്ടോ. ഇതിനേക്കായി കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ളത് തന്നെയാണ് ബിൽസ് ആൻഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇതിനേക്കായി കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ള ഇതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ഇതുള്ളതാണ് ഇൻവോയ്സ്. ബില്ലുകളും ഇൻവോയ്സും പ്രിപ്പയർ ചെയ്യുന്ന കേന്ദ്രം ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Who prepare the bills and the invoices, the billing specialist. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം. Then maintaining financial record, looking over contract and updating database as requirements. ഇനി അവർ എന്ത് ചെയ്യണം? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഫിനാൻഷ്യൽ റെക്കോർഡുകള് ഹോസ്പിറ്റലിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡുകളെ മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം. ലുക്കിംഗ് ഓവർ കോൺട്രാക്റ്റുകള് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഡേറ്റാബേസുകൾ. ഇതൊക്കെ ആവശ്യാനുസരണം അപ്ഡേറ്റ് ചെയ്യുക, അതിനെ പുതുക്കുക, അതിനെ നവീകരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അതായത് സിസ്റ്റത്തിലേക്കും ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന്. Their job also necessitates to see it that all information is entered correctly and making financial report. ഇനി അവർക്കുടെ ജോലിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വെറുതെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ പോരാ. എന്താണെന്നൊക്കെ ഈ ഇവർക്കുടെ ജോലിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്താ? See to it that all the information is entered correctly. കമ്പ്യൂട്ടറിലേക്ക് അവരെ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്തേക്കുന്നത്, കറക്റ്റ് ആണ്. അത് മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അത് സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, അത് എൻ്റർ ചെയ്യണം. ഇതൊക്കെ അവരുടെ ജോലിക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. While their role is often overlooked or to its back end nature, അവരുടെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് നേച്ചർ, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാണ് അല്ലെ, ബാക്ക് എൻഡ് നേച്ചർ ആണ്. അതായത് അവരെന്ന് വെച്ചാൽ നേരെ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ അവർ എന്താ പറയാ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് നമുക്ക് നമ്മൾ നേരിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ആരെയാണ്? ഡോക്ടറിനെ അല്ലേ, ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഡിസ്ചാർജ് ചെയ്തൊക്കെ പോകുമ്പോഴും ഒക്കെ ബില്ലുകളും കാര്യങ്ങളും അവര് ബാക്കിൽ ഇരുന്ന് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യാം അല്ലേ, കറക്റ്റ് ആയിട്ട്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഫ്രണ്ടിൽ വന്ന് നമ്മളെ എന്താ നമ്മൾ നോക്കുന്നതൊക്കെ ഡോക്ടറും മറ്റുള്ളവരൊക്കെയാണ്. അതല്ല, അതാണ് ആ ഒരു ബാക്ക് എൻഡ് നേച്ചർ എന്ന് പറയുന്നത്. അവര് ബാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. Then billing clerk provide valuable support to clinician. Billing specialist
ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. അതായത് രണ്ടാമത്തെ ബില്ലിംഗ് ക്ലർക്ക് എന്നാ പറഞ്ഞിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക്. അണ്ടർലൈൻ ചെയ്തോ. അതിന് ക്ലിനിഷ്യന് വാല്യുബിൾ വിലപ്പെട്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. They support the providers to get the paid for services rendered. അതായത് ഡോക്ടർ നൽകുന്ന സർവീസ് അതിന് പേയ്മെന്റ് ഇല്ലേ? ഡോക്ടർ വെറുതെ വന്ന് സേവനം ചെയ്യുന്നതല്ലോ. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇരിക്കുക, പേഷ്യൻസ് നോക്കുക, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതിനുള്ള സാലറി അവർ മേടിക്കുന്നില്ലേ? അല്ലെ? അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എന്താണ് നല്ലൊരു സപ്പോർട്ട് ക്ലിനിഷ്യന് മറ്റും കൊടുക്കുന്നുണ്ട്. അവരുടെ എത്ര വർക്കിംഗ് ഡേയ്സ് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ലീവൊക്കെ ഉണ്ടെങ്കിൽ ലീവിന്റെ ഒക്കെ ചിലപ്പോ പൈസ ക്യാഷ് വേണ്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടോ ആ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിനൊക്കെ ഇവര് നന്നായിട്ട് വർക്കിംഗ് ടൈം അല്ലെ അതൊക്കെ നോക്കിയെടുക്കാം. അതിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ക്ലിനിഷ്യനും നല്ലൊരു വിലപ്പെട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. They are expected to understand the claim submission and the reimbursement protocol for the both the government and the private insurers. ഇനി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൈം സബ്മിഷൻ. ഇപ്പൊ ചിലർക്കൊക്കെ ക്ലൈമുകൾ ഉണ്ടാവാം ഹോസ്പിറ്റലില് അല്ലെ, ഇൻഷുറൻസ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ചിലപ്പോ റീഎംബേഴ്സ്മെന്റ് തിരിച്ചടവ്, അതായത് ക്ലൈം ചിലപ്പോ ക്യാഷ്ലെസ് ആയിരിക്കാം, അല്ലെങ്കിൽ റീഎംബേഴ്സ്മെന്റ് ആയിരിക്കാം, തിരിച്ചടവായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ്, ഗവൺമെന്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് അവർക്ക് വേണ്ട ക്ലൈം സബ്മിഷൻ കാര്യങ്ങള് അതൊക്കെ എന്താ ആ കാര്യങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് എല്ലാം ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഗവൺമെന്റിനും സർക്കാരിനും ഒക്കെ പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ട ക്ലൈമുകൾ സബ്മിറ്റ് ചെയ്യല്, അതുപോലെ അങ്ങനെയുള്ള റീഇൻവെസ്റ്റ്മെന്റ് പ്രോട്ടോകോളുകൾ അതെല്ലാം അവരുടെ ആ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ വരുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം അവര് മനസ്സിലാക്കിയിരിക്കണം. The clerk also offer important insight into the hospital or clinics complaints, effort and responsibilities. ഈ ബില്ലിംഗ് ക്ലർക്ക് ഈ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകളിലൊക്കെ അവരുടെ അത് നല്ല രീതിയിൽ പാലിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഹോസ്പിറ്റലിൽ പാലിക്കാനുള്ള എഫേർട്ടുകള്, റെസ്പോൺസിബിലിറ്റീസ്, അതിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഈ ക്ലർക്കിനാണ്. അത് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ആ ഒരു പോസ്റ്റിലേക്ക് ഇട്ടാൻ പോരാ അല്ലെ, അത് അവര് ഓഫർ ചെയ്യുന്നു, അവര് വാഗ്ദാനം ചെയ്യുന്നു. Billing clerk also offer important insight into the hospital or clinics complaints, effort and responsibility. ഒരു ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങള്, അതിന്റെ എഫേർട്ടുകള്, ഇതൊക്കെ കുറിച്ച് ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം അവർക്ക്. അവരുടെ ജോലിയിൽ അത് അവര് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫിൽ തന്നിട്ട് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് to prepare bills and invoices. ആ സെന്റൻസ് പിന്നെ അതുപോലെ തന്നെ ചോദിക്കാം, ഇൻവോയ്സ് തയ്യാറാക്കുന്നു, ഫിനാൻഷ്യൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്നു, ലുക്കിംഗ് ഓവർ കോൺട്രാക്റ്റുകൾ നോക്കുന്നു, പിന്നെ ഡേറ്റാബേസ് ആവശ്യാനുസരണം അപ്ഡേറ്റ് ചെയ്യുന്നു. അതൊക്കെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. അതുകൂടി ഒന്ന് നോക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ എന്താണ്, ബില്ലിംഗ് ക്ലർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേര്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ബില്ലിംഗ് ക്ലർക്ക്. അവരുടെ എന്ത് നേച്ചറാണ് പറഞ്ഞത്? ബാങ്ക് നേച്ചറാണ്. ക്ലിനിഷ്യനൊക്കെ നല്ല സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്ലൈം സബ്മിഷൻ, റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോള് ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസിനൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ അതിന് പാലിക്കേണ്ട എഫേർട്ടുകൾ, റെസ്പോൺസിബിലിറ്റി, ഇതിനെ കുറിച്ചൊക്കെ ഒരു പ്രധാന ഉൾക്കാഴ്ച ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, അവര് അത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. ഏതൊക്കെയാണ് തേർഡ് ഷെഡ്യൂളിൽ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചോ? എല്ലാ ക്ലാസ്സിലൊക്കെ ഇറങ്ങാൻ കുട്ടിയുണ്ടോ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ ഹോസ്പിറ്റൽ
അഡ്മിനിസ്ട്രേഷൻ 8-10 അല്ലെ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഓക്കെ. ഇപ്പൊ നമ്മള് ഇപ്പോ തേർഡ് മൊഡ്യൂളില് 2 ചാപ്റ്റർ ഞാൻ എടുത്തത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. രണ്ടും വലിയ ചാപ്റ്ററല്ല, ചെറിയ ചാപ്റ്ററാണ്. ഇനി ഞാൻ നെക്സ്റ്റ് പോകുന്ന 4th മൊഡ്യൂളിലേക്കാണ് കേട്ടോ. 4th മൊഡ്യൂളിൽ നമുക്ക് ഇച്ചിരി ചാപ്റ്റർ അവിടെ കൂടുതലുണ്ട്. തേർഡ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ ഉള്ളു. ഓക്കെ. പിന്നെ 4th മൊഡ്യൂളിൽ ബാക്കി ടീച്ചേഴ്സിന്റെ എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മുടെ എത്തിയിട്ടില്ല, നമ്മൾ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. പക്ഷെ 4th മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സ് കൂടുതലുണ്ടാവും. ഇനി നമ്മളിപ്പോ ഇനിയിപ്പോ മിസ് മാത്രം ഓടിപ്പോയല്ലോ എന്ന് വിചാരിക്കരുത്. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മുടെ വേഗം തീർന്നത്. ഈ നെക്സ്റ്റ് 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. നമ്മൾ തേർഡ് മൊഡ്യൂളിൽ 2 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്ന 4th മൊഡ്യൂൾ. ശരി. മൊഡ്യൂളില് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഫസ്റ്റ് നമുക്ക് ഏതാണ്? ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എത്രാമത്തെ പേജ് നമ്പർ 20? 3ാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ. പേജ് നമ്പർ 20. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വേഗം ചെറിയൊരു ചാപ്റ്റർ തന്നെയാണിത്. ഹൗസ് കീപ്പിംഗ് സർവീസസ്. ടെക്സ്റ്റ് എടുക്കാം. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീനിങ്. ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാ അടിക്കല്, വാരല്, തുടക്കല്, തൂക്കലൊക്കെ? അതെന്തായാലും നമ്മൾ വേണ്ടേ? നമ്മളൊരു ഹൈജീനിക് ഒരു എൻവയോൺമെന്റ്, ഒരു സ്റ്റെറൈൽ ഫീൽഡ് നമുക്ക് അവിടെ ഹോസ്പിറ്റലില് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം. എപ്പോഴും എന്താണ് ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം. കൺട്രോൾ ഇൻഫെക്ഷൻ. ശരിയാണ്, നമ്മൾ ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ അതായത് നമ്മൾ ഒന്നാമത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് വല്ല രോഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ ക്ലീൻ അല്ലെങ്കിലോ നമുക്ക് പിന്നെ വേറെ അല്ലെ? അതായത് ഹോസ്പിറ്റൽ ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെയും അസുഖങ്ങൾ, അത് കൂടാതെ കുറച്ചും കൂടി അസുഖങ്ങൾ വേണമെങ്കിൽ വരാം. ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷനിൽ പഠിച്ചില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ എന്താ പ്രോപ്പർ ആയിട്ട് ക്ലീൻ അല്ല എന്താ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, നമ്മള് സ്പ്രെഡ് ആവും അല്ലെ? ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് സ്പ്രെഡ് ആവും. അതുകൊണ്ട് എപ്പോഴും
ക്ലീൻ ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ആരാ ചെയ്യുന്നത്? ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ്. ഹോസ്പിറ്റലിന്റെ ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. A patient coming for the time to hospital when welcomed a tidy environment as well as an elegant feeling, lessen half of his misery and increases his confidence in the hospital. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുക. നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ക്ലീൻ ആയിട്ടുള്ള, നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടെയാന്ന് പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് അല്ലേ? ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ നമ്മൾ ആ ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നു? നമുക്ക് അങ്ങനെയുള്ള ഒരു ക്ലീൻ വെൽക്കം ഡേ, ടൈഡി എൻവയോൺമെന്റ്, നല്ല വൃത്തിയുള്ള നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. എലിഗന്റ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. നമുക്ക് മനസ്സിന് തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഹാഫ് ഓഫ് മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം, നമ്മുടെ പകുതി രോഗം തന്നെ നമുക്ക് കുറയും. ശരിയാണോ? നമുക്ക് അങ്ങനെയല്ലേ? നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇച്ചിരി വൃത്തിമനെയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അല്ലേ? നമ്മളൊരു വൃത്തിയില്ലാത്ത ഒരു ഇതിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആകെ നമുക്കൊരു മനസ്സിനോ നമുക്ക് ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ചെല്ലണമെങ്കിൽ നമുക്ക് എന്താ? നമുക്ക് നമ്മുടെ ദുരിതം പകുതി കുറയും അല്ലെ? നമ്മുടെ ആ രോഗം തന്നെ നമുക്ക് എന്താ? നമുക്ക് ആതൃപ്തി ഉണ്ട് അല്ലെ? നമുക്ക് കോൺഫിഡൻസ് ആൻഡ് ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും. അപ്പൊ തന്നെ നല്ല കൊള്ളാം, നല്ല ഹോസ്പിറ്റലാണ്, നല്ല ക്ലീൻ ആണ്, നല്ല ഇതാണെന്നുള്ളൊരു തോന്നല് നമുക്ക് വരൂല്ലേ? നല്ലൊരു അന്തരീക്ഷം, ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ് വർദ്ധിക്കാനും കാരണമാകും. പിന്നെ അതുകൂടാതെ നമ്മുടെ ദുരിതം നമുക്ക് പകുതിയാവുകയും ചെയ്യും ഇല്ലേ? വീട്ടിലൊക്കെ നമ്മൾ അടിച്ചു വാരി എല്ലാം നല്ല നീറ്റ് ആയിട്ട് ഇട്ടേക്കുക. പിള്ളേര് അതൊന്ന് വന്ന് വലിച്ചു വാരി സാധനങ്ങളൊക്കെ എടുത്തിടുമ്പോ നമുക്ക് ദേഷ്യം വരുമോ? നമുക്ക് മനസ്സിനൊരു സങ്കടം ഉണ്ടാവില്ലേ? അല്ലേ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മള് നല്ല കുറെ നേരം കഷ്ടപ്പെട്ട് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വെക്കും. പിള്ളേർ അത് വാരി വലിച്ചിടുമ്പോ നമുക്കൊരു ഇതില്ല. എന്നാൽ നമ്മളിപ്പോ നിങ്ങളാണെങ്കിൽ നമ്മൾ പല ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു വലിയൊരു സന്തോഷമാണ് അല്ലെ? അതൊരു വൃത്തിയില്ല, ഒരു അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കത് ഇഷ്ടാവോ? നമുക്കൊരു തൃപ്തി ഉണ്ടാവോ? അല്ലെ? ഒരു ഭക്ഷണം പോലെ തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഒരു വൃത്തിയില്ല, വെറ്റിയില്ല, അങ്ങനെയുള്ളൊരു ഇത് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഇത്തിരി നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നവരാണ് നമുക്ക് അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് ചെല്ലുമ്പോൾ നമ്മള് ഒരു നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷത്തിലേക്കാണ് അവരെ വെൽക്കം ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ ദുരിതം പകുതിയാവുകയും അതുപോലെ ആ ഹോസ്പിറ്റലിനോടുള്ള കോൺഫിഡൻസ് കൂടാനും കാരണമാകും അല്ലെ? നമ്മളപ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വരും, കൊള്ളാം, നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആണ്, നല്ല ഹോസ്പിറ്റലാണ് എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ? Housekeeping services, otherwise called environmental services. Underline ചെയ്തിട്ട് housekeeping service അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് environmental service. Are very important in providing safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. Okay. അപ്പോ ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ്. വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഹോസ്പിറ്റലില് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? നമ്മൾ വെറുതെ ഹോസ്പിറ്റലിൽ വന്ന് മരുന്ന് മേടിച്ച് അങ്ങനെ പോയാല്, അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി അവിടെ കിടത്തി കുറച്ച് മരുന്ന് മാത്രം കൊടുത്താൽ പോരാ അല്ലേ? നമുക്ക് നല്ലൊരു അന്തരീക്ഷം ആ ഹോസ്പിറ്റലില് കിട്ടണമെങ്കിൽ, നല്ലൊരു ക്ലീൻ നീറ്റ് അന്തരീക്ഷം നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരാം അല്ലെ? നല്ലൊരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ്
വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മറ്റുള്ള സപ്പോർട്ടീവ് സർവീസുകള്, അതുപോലെ തന്നെ നമ്മൾ പറയും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം ഹോസ്പിറ്റലിൽ പ്രാധാന്യമുണ്ട് ഈ ഹൗസ് കീപ്പിംഗ് സർവീസിന്. പ്രൊവൈഡിങ് സേഫ്, നല്ല സുരക്ഷിതമായ, ക്ലീൻ ആയിട്ടുള്ള, പ്ലസന്റ്, സന്തോഷകരമായിട്ടുള്ള, ഓർഡർലി, ചിട്ടയായിട്ടുള്ള ഒരു ഫങ്ഷണൽ എൻവയോൺമെന്റ് ആർക്കൊക്കെ കിട്ടും? ഫോർ ബോത്ത് ദ പേഷ്യന്റിനും അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിനും കിട്ടുന്നതിന് ആര് വേണം? ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Providing safe, clean, pleasant, orderly and functional environment for both the patient and hospital officials. കൊടുക്കുന്നതിന് ഹൗസ് കീപ്പിംഗ് സർവീസ് വളരെയധികം പ്രാധാന്യമുണ്ട്. Okay, the three important housekeeping tasks in the hospital consist of the following. For hospital, നമ്മള് 3 പ്രധാനപ്പെട്ട ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് നമ്മൾ നടത്തുന്നത്. The 3 important housekeeping tasks in hospital consist of, അതിനകത്ത് ഉൾപ്പെടുന്ന ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ടാസ്ക്, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങള് 3 പ്രധാനപ്പെട്ട ജോലികളാണ് അവിടെ നടക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? To clean and sanitize. Cleaning and sanitizing high touch surfaces in patient room and restroom. To clean and sanitize. അല്ലെങ്കിൽ to cleaning and sanitizing. അങ്ങനെയാണോ ടെക്സ്റ്റില്? കറക്റ്റ് ആണോ നോക്കിയേ? ക്ലീനിങ്, നോ അല്ല, അല്ല. Cleaning and sanitizing high touch surfaces to patient rooms and restroom. അങ്ങനെയാണ് കേട്ടോ. Cleaning and sanitizing. അതെ, to clean and sanitize. ഇങ്ങനെയാണ് കുഴപ്പമില്ല. High touch surfaces to clean and sanitize. Sanitizing. കറക്റ്റ് ആണ്. Touch surfaces in patient rooms and restroom. പേഷ്യന്റിന്റെ റൂമുകള്, അവരുടെ റെസ്റ്റ് റൂം, വിശ്രമ മുറികള്, ഇതെല്ലാരും ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടാസ്ക്. വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. രണ്ടാമത്തെ നോക്കിയേ. To fill up empty paper towels, soaps container and office supplies. ഇനി പേപ്പർ ടവലുകൾ ഫില്ല് ചെയ്ത് നിറയ്ക്കുക. അതായത് തീർന്നു പോയ കാര്യങ്ങളൊക്കെ ഇല്ലേ, കറക്റ്റ് ഓർഡർ ആക്കി വെക്കുക, നിറച്ചു വെക്കുക. സോപ്പ് കണ്ടെയ്നറുകള് ആൻഡ് ഓഫീസ് സപ്ലൈസ്, ഓഫീസ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഫില്ല് ചെയ്യുക, നിറയ്ക്കുക, അതൊക്കെ നികത്തുക. ഇല്ലേ. മൂന്നാമത്തെ എന്താ? To dispose of hospital waste properly. മൂന്നാമത്തെ കാര്യം എന്താ? ഹോസ്പിറ്റലിലെ വേസ്റ്റ് എന്ത് ചെയ്യുക? അത് പ്രോപ്പർലി തന്നെയല്ലേ? പ്രോപ്പർലി. യെസ്, കറക്റ്റ് ചെയ്താണ്. അതെ. ടു ഡിസ്പോസ് ചെയ്യുക, അത് നിർമ്മാർജ്ജനം ചെയ്യുക. ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ആ വേസ്റ്റുകൾ നമുക്കറിയാം അല്ലെ, നമ്മള് വീട്ടില് തന്നെ, ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു ദിവസം എത്ര വേസ്റ്റ്. അപ്പൊ ഇത്രയും വലിയ ഹോസ്പിറ്റലില് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ വേസ്റ്റുകളൊക്കെ എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ, കൃത്യമായിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക, അത് നിർമ്മാർജ്ജനം ചെയ്യുക. വേസ്റ്റുകൾ തന്നെ കൂടിക്കിടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ രോഗങ്ങൾ വരാം അല്ലെ പേഷ്യന്റിന്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുക, അത് പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക. 3 കാര്യങ്ങളാണ്. ക്ലീൻ ആൻഡ് സാനിറ്റൈസിങ് അല്ലെ. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ഫില്ല് ചെയ്യുക, മുടിഞ്ഞ കാര്യങ്ങളൊക്കെ, സപ്ലൈകള്, സോപ്സ് കണ്ടെയ്നറുകള്, പേപ്പർ ടവല്, ഇതൊക്കെ ഫില്ല് ചെയ്യുക, അതൊക്കെ നികത്തുക. തീർന്നു പോയതൊക്കെ അത് കറക്റ്റ് ആക്കി ഫില്ല് ചെയ്ത് വെക്കുക.
പിന്നെ ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ് എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒരു ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലില്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്? എന്തിനൊക്കെ വേണ്ടിയാ? ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ഹോസ്പിറ്റലില് നല്ലൊരു വൃത്തിയുള്ള, ഒരു ശുചിത്വമുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ, നൽകാൻ, അല്ലെ? ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഹോസ്പിറ്റലില് നല്ല അടിച്ചുവാരി, നല്ല തൂത്ത് തുടച്ചൊക്കെ നല്ല ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ലൊരു അന്തരീക്ഷം, ഒരു ഹൈജീനിക്, വൃത്തിയുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് നൽകാൻ ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകാൻ, പ്രദാനം ചെയ്യാൻ വേണം. രണ്ടാമത് നോക്കിയേ, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ സമൂഹത്തിന്റെ ആശകള്, പ്രതീക്ഷകള് നിറവേറ്റാൻ. ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ആഗ്രഹം എന്താ? നല്ലൊരു ക്ലീൻ നീറ്റ് എൻവയോൺമെന്റ് എന്നുള്ളൊരു ആഗ്രഹമല്ലേ? നമ്മുടെ പ്രതീക്ഷ അതല്ലേ ഹോസ്പിറ്റലില്, അല്ലേ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അടിച്ചു വാരി നല്ല നീറ്റ് ആയിട്ട് ഇടുക, അതാണ് നമ്മുടെ ഒരു ഇത്. ഹെൽത്തി ഒരു എൻവയോൺമെന്റ് എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം, അല്ലേ? അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹോപ്സ്, ആശകള്, പ്രതീക്ഷകളെ നിറവേറ്റാൻ. മൂന്നാമത് നോക്കിയേ, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലിലെ ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ, പ്രശസ്തി നിലനിർത്താൻ. ടു മെയിൻറ്റെയിൻ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നല്ലൊരു പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ. നമ്മൾ പറയൂലേ, നല്ല ഹോസ്പിറ്റലാണ്, ഞാൻ പോയി, ഞാനവിടെ സുമയ്യോട് ഞാൻ പറയുന്നത് അവിടെ പൊക്കോട്ടോ, നല്ല ഹോസ്പിറ്റലാട്ടോ, നല്ല ട്രീറ്റ്മെന്റും ആണ്, അതിനേക്കാൾ ഉപരി ഹോസ്പിറ്റൽ നല്ല നീറ്റാണ്, ക്ലീൻ ആണ്, നല്ല ഇതാണെന്ന് ഞാൻ പറയും. ആ സുമയ്യ അടുത്ത ആളോട് പറയും, അല്ലേ? അങ്ങനെ വരുമ്പോ എല്ലാവരും അങ്ങനെ എല്ലാവരുടെ ഇടയില് നല്ലൊരു ഹോസ്പിറ്റൽ എന്നൊരു പ്രശസ്തി, അല്ലെ? ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ. അല്ലെങ്കിൽ നമ്മൾ പറയൂലേ, അയ്യോ അങ്ങോട്ട് പോകില്ല കേട്ടോ, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു വൃത്തിയും വലിയില്ലാത്ത ഇതാണ്, പാകത്തിന്റെ അടിച്ചു കാര്യമോ വൃത്തിയാക്കോ ഒന്നും ഇല്ല എന്നുള്ളൊരു ഇത് വരും. എന്നാൽ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് അതുമൂലം ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്താൻ. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താ? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെ? നല്ല അടിച്ചു വാരി നല്ല നീറ്റ് ആക്കിയിട്ടാലേ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആവാം. ചില പേഷ്യന്റിന് തന്നെ ഇൻഫെക്ഷൻ വരാം, പേഷ്യന്റിന്റെ സ്റ്റാഫിനൊക്കെ ഇൻഫെക്ഷൻ ആവാം. അപ്പൊ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഇതെല്ലാം എന്ത് വേണം? ആര് വേണം? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. ഇതിനൊക്കെയാ നോക്കിയേ, നല്ലൊരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ, നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകളെ നിറവേറ്റാൻ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ഉയർത്താൻ, പ്രശസ്തി ഉയർത്താൻ, അത് നിലനിർത്താൻ. അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അടുത്ത് നോക്കി, എന്തൊക്കെയാണോ ഒബ്ജക്റ്റീവ്സ്? ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം? ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ലക്ഷ്യങ്ങള് നമുക്ക് നോക്കിയേ, കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അങ്ങനെ തന്നെയല്ലേ ടെക്സ്റ്റില്? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. നമുക്ക് സുഖപ്രദമായിട്ടുള്ള, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒക്കെ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്കൊരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ. അടുത്ത് നോക്കിയേ, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ തെറ്റായിട്ടാണ് കിടക്കുന്നത്. എന്താണ് ഡെവലപ്പിംഗ്? അറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ. ഡെവലപ്പിംഗ് പൊളൈറ്റ് ഒരു മര്യാദയുള്ള, റിലയബിൾ വിശ്വസനീയമായിട്ടുള്ള, ഫ്രണ്ട്ലി
നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യാൻ വേണം. ഹൗസ് കീപ്പിംഗ് സർവീസ് വേണം. കീപ്പിംഗ് സർവീസിന്റെ മറ്റൊരു ലക്ഷ്യമാണ് എന്ത് വികസിപ്പിക്കാൻ? പൊളൈറ്റ്, റിലയബിൾ. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസനീയമായ, ഫ്രണ്ട്ലി, നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ, വികസിപ്പിക്കാൻ. മൂന്നാമത്തെ പോയിന്റ്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാപ്പി റിലേഷൻ. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഒരു നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹാർട്ടി റിലേഷൻ, നല്ലൊരു ഹൃദയപരമായിട്ടുള്ള അല്ലെ ഹാർട്ടി റിലേഷൻ, എല്ലാം ഒരു നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള നല്ലൊരു ബന്ധം നിലനിർത്താൻ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒബ്ജക്റ്റീവ്സില്. നമ്മുടെ കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ്, പിന്നെ ഒരു നല്ലൊരു കംഫർട്ടബിൾ പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ നല്ലൊരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ. പിന്നെ അടുത്ത മര്യാദയുള്ള, റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മൂന്ന് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഈ മൂന്നെണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അത്രയും പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫോർത്ത് മൊഡ്യൂളില് അയ്യോ മിസ് മാത്രം ഫോർത്ത് മൊഡ്യൂളിൽ കയറി അതിന് അങ്ങനെ തോന്നരുത്. രണ്ട് ചാപ്റ്റർ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ ചാപ്റ്റേഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, അതുകൊണ്ട് ഞാൻ മാത്രമേ ഫോർത്തിലേക്ക് കിടന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ എല്ലാവരും നല്ല സുഖമായിരിക്കുന്നോ? ഹാപ്പി ആയിരിക്കുന്നോ? ഓക്കെ ആണോ? ക്ലാസ് ഒക്കെ ഇപ്പൊ ഇന്ന് ഹാപ്പി ആണല്ലേ? നാളെ കഴിഞ്ഞൊന്നും ക്ലാസ് ഇല്ല അല്ലെ? 2 ദിവസം ഓക്കെയല്ലേ? സന്തോഷമാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ വീക്കെൻഡിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് അന്നത്തെ എടുത്തതൊക്കെ ആയിരിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസമൊക്കെ ലീവായിരുന്നു. എന്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയിട്ട് പോന്നു. പിന്നെ പോകാൻ ഇച്ചിരി ദൂരെയാണ്, മൂവാറ്റുപുഴയാണ് എന്റെ വീട്. നമ്മളിപ്പം പിന്നെ കല്യാണം കഴിച്ചേക്കുന്നതാണ് പറവൂർക്ക്. അപ്പൊ എന്താ പറയാ, പോയിട്ടില്ല, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയിട്ട് പോന്നേക്കണെയാ. പിന്നെ പോകാൻ ഇപ്പൊ ബെറ്ററായി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അച്ഛനും അമ്മയും തന്നെയുള്ളേ, ബ്രദർ ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പൊ ഇപ്പൊ എപ്പോഴും നമുക്ക് പ്രത്യേകിച്ചിട്ട് വരുമ്പോഴും നമുക്ക് ലീവ് ഒന്നും അങ്ങനെ അധികം ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും പോവാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ടല്ലോ അല്ലെ? ഞാൻ കുറച്ചിടെ ലീവായിരുന്നു. രാത്രിയാണോ ഹോസ്പിറ്റൽ കേസ് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ആള് ഓക്കെ ആയി. മരുന്നുകൾ കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കണം. ഇപ്പൊ വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളും കഴിയുമ്പോഴും എക്സാം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഫൈനൽ എക്സാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ സുഖമായിരിക്കും. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.